ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരാഴ്ച കൂടെ ദൈവസന്നിധിയിൽ വചന പഠനത്തിനായിട്ട് നമുക്ക് ചേർന്നിരിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചതിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു വാക്ക് നന്ദി സൂചകമായിട്ട് പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് എനിക്ക് TMJ എന്ന് പറയുന്ന ഈ ഭാഗത്തുള്ളൊരു മസിലിൻ്റെ പെയിൻ മുഖാന്തരം സംസാരത്തിന് അല്പം ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കർത്താവ് വളരെ കൃപ തന്നു. ശുശ്രൂഷകൾ മുടങ്ങാതെ സൂക്ഷിച്ചു. എന്നാലിപ്പോൾ വളരെ ഭേദമായിട്ടുണ്ട്. എങ്കിലും 2 മാസം കൂടെ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സഭ പ്രത്യേകിച്ച് എന്നെ ഓർത്ത് വളരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഞാൻ നന്ദിയുള്ളവനാണ്. നന്ദി നിങ്ങളോട് അറിയിക്കുന്നു. മാത്രമല്ല സൗഖ്യം നിന്ന കർത്താവിന് സഭാമധ്യേ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ നിർത്തിയത് സഭയിൽ എങ്ങനെ വിശ്വാസവും പ്രത്യാശയും വചനവും പ്രാർത്ഥനയും നമ്മൾ ഒബ്സർവ് ചെയ്യണം ദൈവഭക്തിയോടുള്ള ബന്ധത്തിൽ എന്നുള്ള കാര്യമാണ് ചിന്തിച്ചത്. ഇന്ന് നമ്മൾ സാമൂഹ്യ തലത്തിലും നിയമതലത്തിൻ്റെയും മുമ്പിൽ പ്രാർത്ഥന എന്ന വിഷയം എങ്ങനെ പ്രായോഗികമാക്കണം എന്നുള്ളതാണ് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നമുക്ക് 1-2 വാക്യങ്ങൾ വായിച്ച് പെട്ടെന്ന് മുന്നോട്ട് പോകാം. 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. 1 തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം കഴിക്കേണ്ടതിന് വിശേഷ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. നമ്മൾ ദൈവഭക്തി എന്നുള്ള വിഷയം ആചരിക്കുമ്പോൾ നമ്മളുടെ വ്യക്തി ജീവിതത്തിൽ അത് ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം ദൃഢമാക്കുവാനായിട്ട് നാം 4 കാര്യങ്ങളെ അനുസരിച്ച് മുന്നോട്ട് പോകണം റെഗുലറായിട്ട്. അത് മാത്രമല്ല നമ്മുടെ കുടുംബജീവിതത്തിലും ഉണ്ടായിരിക്കണം പ്രാർത്ഥന, വചനധ്യാനം, അതുപോലെ വിശ്വാസവും പ്രത്യാശയും. അത് സഭാതലത്തിലും നമ്മൾ ആചരിച്ചു പോരണമെന്നുള്ളത് കണ്ടു. മാത്രമല്ല ദൈവഭക്തനായിട്ട് നമുക്ക് ജീവിക്കുന്നതിന് നമുക്ക് വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നത് സമൂഹത്തിൽ നിന്നും അതുപോലെ നിയമത്തിൻ്റെ മുമ്പിലുമാണ്. മറ്റൊരു തലമാണ് അത് രണ്ടും. നമുക്കറിയാം, സാമൂഹ്യമായിട്ട് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ മനുഷ്യരോട് നമുക്ക് ഇൻറ്ററാക്ഷൻ ആവശ്യമാണ്. അത് നമുക്കറിയാം, അത് ഏത് തലത്തിലുള്ളവരാണെങ്കിലും അതുണ്ട്. ജോലി സ്ഥലത്ത്, കുഞ്ഞുങ്ങളാണെങ്കിൽ സ്കൂളിൽ, അതുപോലെ സാമൂഹ്യമായിട്ട് നമ്മൾ ഇടപെടുന്നവരാണെങ്കിൽ ആ തലത്തിൽ, ഒന്നുമില്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കങ്ങൾ, ഇങ്ങനെ നമ്മൾ മനുഷ്യരുമായിട്ട് എപ്പോഴും ഇടപെടുന്നവരാണ്. ഈ മനുഷ്യർ നമ്മളെപ്പോലെ വിശ്വാസികളൊന്നും അല്ല. അവരിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് ദൈവാത്മാവും അല്ല. അപ്പോൾ നമ്മൾ ഭക്തിയോടെ ജീവിക്കണമെങ്കിൽ ഈ മനുഷ്യർ നമ്മളോട് മാന്യമായിട്ട് ഇടപെടേണ്ടത് ആവശ്യമാണ്. നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുപ്പുള്ളവരായിരിക്കണമെന്ന് മാത്രമല്ല, നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ദൈവവചനം പറയുന്നത്, എന്നാൽ സകല മനുഷ്യർക്കും, ആ വാക്യം പ്രത്യേകം നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. സകല മനുഷ്യർക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി, അതല്ല ഇവിടുത്തെ ആശയം. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കണം. അതങ്ങനെയാണോ? അതങ്ങനെ തന്നെയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമ്മുടെ കാലങ്ങളും അതിരുകളും നിശ്ചയിച്ചു വെച്ചിരിക്കുന്നവനാണ്. നമ്മളത് ബൈബിളിൽ വായിക്കുന്നുണ്ട്. നമ്മുടെ കാലങ്ങളും അതിരുകളും, ഏത് കാലഘട്ടത്തിൽ എവിടെയൊക്കെ നമ്മളായിരിക്കണം, ഏത് അതിർത്തിക്കകത്താണ് നമ്മുടെ ഡീലിങ്സ്, ഇതൊക്കെ ദൈവം ഓരോ മനുഷ്യർക്കും കൃത്യമായി നിർണയിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് നമ്മളവിടെ താമസിക്കുന്നത്. നമുക്ക് ചുറ്റുവട്ടം കുറച്ച് മനുഷ്യന്മാരുണ്ടെങ്കിൽ അത് ദൈവമാണ് അവരവിടെ പ്ലേസ് ചെയ്യുന്നത്. നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ആരൊക്കെ ജോലി ചെയ്യണം എന്നുള്ളത് ദൈവമാണ് നിശ്ചയിക്കുന്നത്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ആരൊക്കെ ആ സ്കൂളിൽ ഉണ്ടായിരിക്കണമെന്ന് ദൈവമാണ് നിശ്ചയിച്ചിരിക്കുന്നതും അവരവിടെ വെച്ചിരിക്കുന്നതും ദൈവമാണ്. ദൈവമാണ് എല്ലാവർക്കും കാലങ്ങളും അതിരുകളും നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മളൊന്നും വിചാരിക്കരുത് യദൃശ്ചിവലം ഒന്നും യദൃശ്ചിയ സംഭവിക്കുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് അനുസരിച്ചിട്ട് സകല കാര്യങ്ങളും സംഭവിക്കുന്നത്. ഇപ്പം ഇനി ഉദാഹരണം പറഞ്ഞാൽ,
ഒരു റോഡിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എതിരെ ആരൊക്കെ വരണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടോ അതുപോലെ നടക്കുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, സകലവും ദൈവത്തിൻ്റെ കൺട്രോളിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്തിയോടുകൂടെ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമുക്ക് എല്ലാ നിമിഷവും ശരിക്കും ആവശ്യമാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഇവിടെ അതാണ് ദൈവവചനത്തിൽ കൂടെ പറയുന്നത്. എന്നാൽ സകല മനുഷ്യർക്കും എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം നാം കഴിക്കേണ്ടതിന്. മനസ്സിലായല്ലോ? ഈ മനുഷ്യർ നമ്മളുടെ സ്വസ്ഥതയെ നശിപ്പിക്കാതിരിക്കേണ്ടതിന്, സമാധാനത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന്, നമ്മുടെ സാവധാനതയെ നശിപ്പിക്കാതിരിക്കേണ്ടതിന്, ഭക്തിയോടുകൂടെ നമ്മൾ ജീവിക്കുന്നതിന് പ്രശ്നമുണ്ടാക്കാതിരിക്കേണ്ടതിന്. നമുക്കറിയാം, നമ്മുടെ അയൽപ്പക്കത്തിരിക്കുന്ന ആള് നമുക്കൊരു പ്രശ്നം തരുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറയാം, ഒരിക്കലും നമുക്കൊരു സമാധാനം ഉണ്ടാവുകയില്ല. കാരണം ഇടത്ത് തിരിഞ്ഞാലും വലത്ത് തിരിഞ്ഞാലും ഇദ്ദേഹത്തെ കാണണമല്ലോ. പറഞ്ഞ മനസ്സിലായല്ലോ? എപ്പോഴും കാണേണ്ട ഈ വ്യക്തി നമുക്ക് എതിരാളിയാണെങ്കിൽ നമ്മൾക്ക് ജീവിതം ദുസ്സഹമായിരിക്കും. ഇതേ അനുഭവം ജോലി സ്ഥലത്തുണ്ട്. നമുക്ക് സ്ഥിരം തലവേദന തരാൻ ചിലരെ ദൈവം അവിടെ വെക്കും. അത് ദൈവം വെക്കുന്നതാണെങ്കിൽ നമ്മൾ സഹിച്ചേ മതിയാകും. പക്ഷെ ചിലർ നമുക്ക് എപ്പോഴും എതിരാളികളാണെങ്കിൽ നമ്മളുടെ ജീവിതം വളരെ ദുസ്സഹമായിരിക്കും. നമ്മുടെ ഓഫീസിൽ, അതുപോലെ തന്നെയാണ് സ്കൂളിൽ, നമ്മുടെ താമസ സ്ഥലത്ത്, എവിടെയായിരുന്നാലും. അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയം വളരെ പർട്ടിക്കുലറായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമ്മളുടെ ബോസുമാരെ ഓർത്ത് നാം പ്രാർത്ഥിക്കണം. നമ്മുടെ സ്കൂളിൽ നമ്മുടെ അധ്യാപകന്മാരെ, നമ്മുടെ കൂട്ടാളികളെ ഓർത്ത് നാം പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നന്മയുണ്ട് കേട്ടോ. ഞാനത് പ്രത്യേകം പറയാൻ കാരണം, ഞാൻ മിക്കവാറും ജോലി ചെയ്യുന്ന എല്ലാ കമ്പനികളിലെയും ഏറ്റവും ടോപ്പ് തൊട്ട് താഴെ വരെ എല്ലാവരെയും എൻ്റെ ഹയറാർക്കിക്ക് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ഈ മനുഷ്യന്മാർ വിചാരിച്ചാൽ എൻ്റെ ജീവിതം ബുദ്ധിമുട്ടായി തീരാൻ എളുപ്പമാണ്. എന്നാൽ ഈ മനുഷ്യന്മാരെ ദൈവം നിയന്ത്രിച്ച് നിർത്തിയാൽ എൻ്റെ ജീവിതം സമാധാനത്തോടെ നടക്കാനും ഇടയാകും. ഇത് രണ്ടും സംഭവിക്കും. അതുകൊണ്ട് ദൈവവചനം പറയുകയാണ് നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വിട്ടിട്ട് ഈ വിഷയം കടന്നു പോകുക. നിങ്ങളുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന എത്ര പേർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്? അവരുടെ പേരുകളൊക്കെ നിങ്ങൾക്ക് അറിയാമോ? എത്ര മക്കൾ അവർക്കുണ്ട്? അവരെന്താ ചെയ്യുന്നത്? വല്ല ഡീറ്റെയിൽസ് അറിയാമോ? നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ല എങ്കിൽ അറിയണം. അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതെന്താ അങ്ങനെ? നിങ്ങളെ ദൈവം അവിടെ ആക്കി വച്ചിരിക്കുന്നത് വെളിച്ചം ആയിട്ടാണ്. നിങ്ങൾ മുഖാന്തരമാണ് ദേശത്ത് ദൈവത്തിൻ്റെ വെളിച്ചം ശോഭിക്കേണ്ടത്. ഇരുളിൽ നിന്നാണ് വെളിച്ചം പ്രകാശിക്കേണ്ടത്. ഇത് ഇരുളടഞ്ഞൊരു ലോകമാണ്. അതിൻ്റെ മധ്യ ദൈവം നമ്മെ ഒരു സ്ഥലത്ത് കൊണ്ടാക്കുന്നുവെങ്കിൽ, ഒരു ഓഫീസിലാകട്ടെ, ഒരു സ്കൂളിലാകട്ടെ, ഒരു പബ്ലിക് പ്ലേസിലാകട്ടെ, നിങ്ങൾ വസിക്കുന്നിടത്താകട്ടെ, നിങ്ങളെ ദൈവം വെക്കുന്നത് തൻ്റെ സാക്ഷിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ചുറ്റുവട്ടത്തുള്ളവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അവരുടെ വെൽഫെയർ എന്ന് പറയുന്നത്, അവർ നന്നായി ജീവിക്കുന്നു എന്ന് പറയുന്നത് നമ്മളുടെ ആഗ്രഹമായിരിക്കണം. അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ അവർ അനുഗ്രഹിക്കപ്പെടും, നമ്മളും അനുഗ്രഹിക്കപ്പെടും. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ അവർക്ക് വേണ്ടി സ്ഥിരമായി പ്രാർത്ഥിക്കുമ്പോൾ അവരുമായിട്ട് സാധാരണഗതിയിൽ ഒരു ഉരസലുണ്ടാകാനുള്ള സാധ്യതയും കുറവാണ്. കാരണം എനിക്ക് അവരോട് നല്ല മനസാക്ഷി ഉണ്ടെങ്കിൽ, അവരെപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഞാൻ വഹിക്കുന്നവരാണെങ്കിൽ, അവരുമായിട്ട് ഇനി അവർ ഒരല്പം മോശമായി എന്നോട് ഇടപെട്ടാൽ പോലും അവരോട് മാന്യമായിട്ട് ഇടപെടാൻ എനിക്ക് കർത്താവ് മുഖാന്തരം ഇടയായിട്ട് തീരും. ഞാൻ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം പറയാം. വിശ്വാസികൾ എന്ന് പറയുന്നവർ പലപ്പോഴും അയൽപ്പക്കങ്ങളുമായിട്ടൊക്കെ വഴക്ക് കൂടാനൊക്കെ പോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. വളരെ മോശമാണ്, അങ്ങനെ ചെയ്യരുത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ദൈവവചനത്തിൽ നെയ്ബർ എന്നുള്ള പദം കൂട്ടുകാരൻ എന്നാണ് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. നമ്മൾ കൂട്ടുകാരൻ എന്ന് വായിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് എന്നാണ്. ഫ്രണ്ട് എന്നുള്ള അർത്ഥത്തിലും കൂട്ടുകാരൻ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ബൈബിളിൽ നല്ലൊരു പങ്ക് കൂട്ടുകാരൻ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് നെയ്ബറാണ്. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന പദം നെയ്ബർ എന്നാണ്, അല്ലാണ്ട് ഫ്രണ്ട് എന്നല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിൻ്റെ അയൽപ്പക്കത്ത് കിടക്കുന്നവനെ നീ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നാണ്. അത് വളരെ റീസണബിളാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ദൂരത്തിരിക്കുന്ന സഹോദരനേക്കാളും അടുത്തിരിക്കുന്ന സ്നേഹിതൻ നല്ലത്. നിനക്കെന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ, നീ ഒന്ന് വീണാൽ
നിന്നെ എഴുന്നേൽപ്പിക്കാൻ നിന്റെ സഹോദരൻ വരില്ല. ആരാ വരിക? നിന്റെ സ്നേഹിതൻ, അഥവാ നിന്റെ അയൽക്കാരനാണ് വരിക. അവനുമായി നല്ല ബന്ധം നിനക്കുണ്ടായിരിക്കണമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം അവനാണ് നിന്റെ അടുത്ത സഹായിയായിട്ട് വരിക. അതുകൊണ്ട് തന്നെ അവരുമായി നല്ല ബന്ധം നമുക്ക് ഉണ്ടായിരിക്കണം. അവരുടെ വെൽഫെയർ, നല്ല നടപ്പ് നമ്മളുടെ ആഗ്രഹമായിരിക്കണം. അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ആശയം. സകല മനുഷ്യർക്കും, നാം ഇടപെടുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കണം. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അത് നമുക്ക് ഉപകാരമായി തീരും. എങ്ങനെ? നമ്മൾ സർവഭക്തിയോടുകൂടെ ജീവിപ്പാൻ ഇടയായിത്തീരും. ഈ മനുഷ്യന്മാർ നമ്മളെ നിരന്തരം വേട്ടയാടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ മനസ്സിനെ നമുക്ക് അനുകൂലമാക്കി തീർക്കും. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: ഒരു മനുഷ്യൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണങ്ങുമാറാക്കും. മനസ്സിലായില്ല? അപ്പം നമ്മൾ ഭക്തിയോടെ ജീവിക്കാൻ തുനിയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവനൊരു ബാഡ് ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ പോലും ദൈവം അത് മാറ്റിക്കളയുവാൻ ഇടയായിട്ട് തീരും. അപ്പം നമ്മുടെ ജീവിതം എളുപ്പമായിരിക്കും ഭക്തിയോടെ ജീവിക്കുവാൻ. അതുകൊണ്ട് ദൈവം പറയുകയാണ്, ദൈവവചനത്തിൽ പറയുകയാണ്, നമ്മൾ സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. സർവഭക്തിയോടും ഘനത്തോടും സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടത്. മാത്രമല്ല, നിയമത്തിൻ്റെ മുൻപിലുള്ള വിഷയങ്ങളും അതിന് പിന്നാലെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? രാജാക്കന്മാർക്ക് വേണ്ടി, അധികാരസ്ഥന്മാർക്ക് വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും കഴിക്കണം. ഞാൻ അതിലേക്ക് പിന്നീട് കടന്നു വരാം. പക്ഷെ ആ വാക്യത്തിൽ ഇത് രണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സ്നേഹിതന്മാർ, നമ്മളുടെ കൂട്ടുകാർ, നമ്മൾ ജോലി ചെയ്യുന്നിടത്തുള്ള നമ്മുടെ സബോർഡിനേറ്റ്സ്, നമ്മുടെ ഹയേഴ്സ്, നമ്മൾ ഇടപെടുന്ന എല്ലാ മനുഷ്യരെയും എന്നും നമുക്ക് ഓർക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുക. അതിൻ്റെ നന്മ നാം അനുഭവിക്കുകയും ചെയ്യും. ഇത് ദൈവവചനമാണ്. ദൈവം ഒരു വാക്യം നമുക്ക് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തം ദൈവത്തിനുള്ളതാണ്. ഞാനിത് പ്രാർത്ഥിച്ചിട്ട് അത് ഫലവത്താക്കി തീർക്കേണ്ടത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം അത് ദൈവത്തിൻ്റെ വചനമാണ്. അവനിൽ എത്ര വാഗ്ദത്തങ്ങൾ ഉണ്ടെങ്കിലും ക്രിസ്തുവിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് നമ്മൾ ഏറ്റെടുത്ത് ഉപയോഗിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. മാത്രമല്ല, ലൂക്കോസ് 6:28 നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് 6:28. നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കും, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ചില വ്യക്തികളുണ്ട്, നമ്മൾ ഒരു ദ്രോഹവും ചെയ്തില്ലെങ്കിലും നമ്മളോട് കയറി പ്രശ്നം ഉണ്ടാക്കുന്നവർ. അങ്ങനെയുള്ള മനുഷ്യരുമുണ്ട്. നമ്മളവർക്ക് നല്ലവരായിരിക്കാം, നമ്മളവർക്ക് ഉപകാരികളായിരിക്കാം. പ്രത്യേകിച്ച് നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എങ്കിൽ പോലും അവർക്ക് നമ്മളോട് സമാധാനമായി സംസാരിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞില്ല എന്ന് വരാം. അങ്ങനെയുള്ളവരെ നാം എന്ത് ചെയ്യണമെന്നാണ്? അവരെ നാം അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ ദൈവം അവരിൽ മാറ്റങ്ങളെ വരുത്തുവാൻ ഇടയായിട്ട് തീരും. എന്താ അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളെ ദൈവം നമുക്ക് നൽകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മളെ മെച്ചമാക്കാൻ വേണ്ടിയാണ് ദൈവം അത് ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഈ ഓഫീസുകളിൽ പോകുമ്പോൾ പലപ്പോഴും ക്രമം കെട്ട സ്വഭാവം കാണിക്കുന്നവരുണ്ട്. ക്രമം കെട്ടതെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നമ്മൾ ക്യൂലൊക്കെ മാന്യമായിട്ട് നിൽക്കും, വേറെ ആൾക്കാർ വന്ന് കാര്യം നടത്തിയിട്ട് പോയി കളയും. അല്ലെങ്കിൽ കൗണ്ടറിൽ ഇരിക്കുന്ന ടീമുകൾ മാന്യമായിട്ട് ഇടപെടില്ല. എന്താ, നമ്മൾ ടോക്കണൊക്കെ എടുത്ത് അവിടെ ഇരിക്കും, ഇവർ വന്ന ആൾക്കാരെയൊക്കെ കയറ്റി വിടും. ഇതൊക്കെ നിത്യമായി നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഹോസ്പിറ്റലുകളിൽ പോയാലും എല്ലായിടത്തും ഇതൊക്കെയുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കും, കർത്താവ് ഇത് എപ്പോഴും ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്നെ കൂടുതൽ ക്ഷമ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നീതിബോധം എനിക്ക് കൂടുതലാണ്. അന്യായം കണ്ടാൽ പ്രതികരിക്കുന്ന സ്വഭാവം എൻ്റേത്. അത് നൈസർഗികമാണ്. ഞാൻ ജനിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അന്യായം കണ്ടാൽ പ്രതികരിക്കും. അതെൻ്റെ രക്തത്തിലുള്ള വിഷയമാണ്. പക്ഷേ ആ പ്രതികരണം കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുവാൻ ഇട വരുന്നില്ല എങ്കിൽ ഞാൻ പ്രതികരിക്കാതിരിക്കുന്നതാണ് ഉത്തമം. അപ്പോൾ ദൈവം എന്നെ കൂടുതൽ ക്ഷമ പഠിപ്പിക്കുവാൻ വേണ്ടി ഞാൻ മിക്കവാറും ഏത് ഓഫീസിൽ പോയാലും ഈ പരീക്ഷണം 100% ഉണ്ടാകാറുണ്ട്. പക്ഷേ ദൈവം എന്നെ കൂടുതൽ മെച്യൂറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരീക്ഷണം എനിക്ക് നൽകുന്നത്. അതുകൊണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ അവിടെ മൗനം അവലംബിക്കണം, എങ്ങനെ മിണ്ടാണ്ടിരിക്കണം, പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, കർത്താവേ ഞാൻ പ്രതികരിക്കാതിരിക്കാൻ എന്നെ സഹായിക്കണം. കാരണം ഇത് അന്യായമാണ് നടക്കുന്നത്. പക്ഷേ പ്രതികരിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം ഇടപെടട്ടെ. ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ ശൗലിനോടുള്ള ബന്ധത്തിൽ
തന്നെ പിടിക്കുവാനായിട്ട് വേട്ടയാടാനായിട്ട് നടക്കുമ്പോൾ തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ട് വെട്ടിക്കളയാം എന്ന് തൻ്റെ അഭിഷായി ആണെന്നാണ് തോന്നുന്നത്, അവന് വെട്ടിക്കളയട്ടെ പ്രഭു എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, യഹോവയുടെ കൈ അവൻ്റെ മേലെ വന്നുകൊള്ളൂ, നമ്മളായിട്ട് അത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ ആശയം ലെറ്റ് ഗോഡ് ഡു ഇറ്റ്. ഞാൻ ചെയ്യില്ല, ദൈവം ചെയ്യട്ടെ. ഇതാണ് ദൈവത്തിൻ്റെ നീതി. ദൈവം അത് ചെയ്തുകൊള്ളും. അന്യായം ചെയ്യുന്നവരെ ദൈവം ഹാൻഡിൽ ചെയ്തുകൊള്ളും. നമ്മൾ അതിനോട് ഹാർഷായിട്ട് പ്രതികരിച്ചാൽ പിന്നീട് നമുക്ക് സുവിശേഷത്തിൻ്റെ വാതിൽ ഇല്ലാതെയായി തീരും. അതുകൊണ്ട് നമ്മൾ ക്ഷമിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ ഇങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. അത് ദൈവഭക്തന്മാർ ചെയ്യേണ്ടതായ കാര്യമാണ്. മാത്രമല്ല, ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് സാമൂഹ്യമായിട്ട് നാം നന്നായി ജീവിക്കേണ്ടതിന് വേണ്ടി മാത്രമല്ല, നിയമത്തിൻ്റെ മുമ്പിലും ഇത് വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. നിയമം എന്ന് പറയുമ്പോൾ അധികാരികളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി, അതുപോലെ മന്ത്രിസഭയിലുള്ള എല്ലാ വ്യക്തികളും, സംസ്ഥാനത്തിലാകട്ടെ കേന്ദ്രത്തിലാകട്ടെ എവിടെയുമുള്ള വ്യക്തികൾ, ലോക്സഭ, രാജ്യസഭ, നിയമപാലകർ, അതുപോലെ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ടുകൾ, അധികാരികൾ, നിയമപാലകന്മാർ, പോലീസ്, ഇങ്ങനെയുള്ള എല്ലാ ഫോഴ്സസും നമ്മൾ അവരെ എല്ലാവരെയും പേരൊന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചില്ലെങ്കിലും നമ്മൾ ആ വിഷയവും ഓർക്കേണ്ടത് ആവശ്യമാണ്. അതെന്തിനാണ്? അതാണ് നമ്മൾ അവിടെ വായിച്ചത്. നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കണം. അധികാരികളെ ദൈവം നിലയ്ക്ക് നിർത്താൻ വേണ്ടി, നമ്മൾ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് എന്ന് വിശുദ്ധ ബൈബിള് പറയുന്നുണ്ട്. അതിന് കാരണം ഈ അധികാരികളെ ദൈവമാണ് നിയമിക്കുന്നത്. നമുക്കൊരു വാക്യം വായിക്കാം. റെവലേഷൻസ് 1:5, വെളിപ്പാട് 1:5. ആത്മാക്കളുടെ പക്കൽ നിന്ന് വിശ്വസ്ത സാക്ഷിയും മരിച്ചവരുടെ രാജാവിനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കുക. ഭൂരാജാക്കന്മാർക്ക് അധിപതി. ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കാണ്. ഭൂരാജാക്കന്മാർക്ക് അധിപതിയായിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ റോമാലേഖനം 12-ാം അധ്യായത്തിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് അധികാരികൾ എന്ന് പറയുന്നത് ദൈവത്താൽ നിയമിക്കപ്പെട്ട, 13-ാം അധ്യായം ഇൻഫാക്ട്, ദൈവത്താൽ നിയമിക്കപ്പെട്ട വ്യക്തികളാണ്. ഉള്ള അധികാരങ്ങളോ അത് ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ആ ഭാഗം ഒന്ന് എടുത്ത് വായിക്കാം. നോട്ട് ഇവിടെ ഈ മെറ്റീരിയലിൽ ഞാൻ നോട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും അതൊന്നെടുത്ത് വായിക്കാം. നമുക്ക് അവിടെയും ഇതേ കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 13-ന്റെ 1-ാം വാക്യം വായിച്ചോ മോനെ. ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരികൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് തോന്നും, ഈ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ആളുകളെയും ദൈവമാണോ നിയമിച്ചിരിക്കുന്നത്? ഒരു സംശയവും വേണ്ട, ദൈവം തന്നെയാണ് നിയമിച്ചിരിക്കുന്നത്. ഇല്ല, ഒരു സംശയത്തിന്റെ ആവശ്യം നമുക്ക് ഇല്ല. ഭൂരാജാക്കന്മാർക്ക് അധിപതി എന്ന് പറയുമ്പോൾ ഭൂമിയെ ഭരിക്കുന്ന ഏതെങ്കിലും ഒരു ഭരണാധികാരി എവിടെയുണ്ടെങ്കിലും അവൻ്റെ അധിപതി കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പം എന്താ കർത്താവേ നീ ഇങ്ങനെ ചെയ്യുന്നേ? അതിന് പല കാരണങ്ങൾ ദൈവത്തിനുണ്ട്. ചിലതിനെ തടുക്കുവാൻ വേണ്ടി ചിലതിനെ ദൈവം ചിലപ്പോൾ ഉയർത്തുവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ച് വെക്കാനും സാധ്യതയുണ്ട്. ഇസ്രായേൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായിരുന്നു. പക്ഷെ ഇസ്രായേലിനെ ദൈവത്തോടുള്ള ഭക്തിയിൽ നിലനിർത്തേണ്ടതിന് ദൈവം എന്ത് ചെയ്തു? ചിലരെ അവിടെ വെച്ചു. നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്ത് വായിച്ച് അവിടെ കാണാൻ സാധിക്കും. ദൈവത്തോട് അവരുടെ കൂറ് നിലനിർത്തേണ്ടതിന് വേണ്ടി ദൈവം ജാതികളിൽ അനേകരെ അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയാതെ അവിടെ തന്നെ വെച്ചു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇവർ മുഖാന്തരം ഇവർ ദൈവത്തെ വിളിച്ചപേക്ഷിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പല റീസൺസ് അതിനോടുള്ള ബന്ധത്തിലുണ്ടാകാം. ദൈവം എന്തുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ആക്കി വയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ദൈവത്തിന് അത് തൻ്റെ ജ്ഞാനത്തിൽ കറക്റ്റാണ്. നമുക്കതറിയില്ല എന്തുകൊണ്ടാണെന്ന്. പക്ഷേ തൻ്റെ ജ്ഞാനത്തിൽ ദൈവം ചെയ്യുന്നത് പെർഫെക്റ്റാണ്. ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ല. യേശു ക്രിസ്തു ഭൂരാജാക്കന്മാർക്ക് അധിപതിയാണ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നിയമത്തിനായിട്ട് ഇരിക്കുന്ന സകല മനുഷ്യരെയും നമ്മുടെ കർത്താവാണ് നിയമിച്ചിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന എല്ലാ അധികാരികൾക്ക് വേണ്ടി പേരെടുത്ത് ഞാൻ പറയുന്നില്ല, അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? അത് നമ്മൾ നേരത്തെ വായിച്ചു. നമ്മൾ സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടി, നമ്മൾ സാവധാനതയോടെ ജീവിക്കാൻ വേണ്ടി, നമ്മൾ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി, നമ്മൾ ഭക്തിയോടെ ജീവിക്കുവാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ഒരു ഭക്തൻ എങ്ങനെ ജീവിക്കണമോ ആ ജീവനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്, നമുക്ക് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാകേണ്ടതിന്, നിയമപരമായ അന്തരീക്ഷം ഉണ്ടാകേണ്ടതിന് നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അത് ദൈവത്തിന് പ്രസാദകരമായ കാര്യമാണ്. രണ്ടാമത്തെ വാക്യം 1 പത്രോസ് 2:17. എല്ലാവരെയും ബഹുമാനിപ്പിൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ, ദൈവത്തെ ഭയപ്പെടുവിൻ, രാജാവിനെ ബഹുമാനിപ്പിൻ. അതെ, നമ്മൾ അധികാരത്തിന് നമ്മെ തന്നെ കീഴ്പ്പെടുത്തുകയും അവരെ മാനിക്കുകയും ചെയ്യേണ്ടതും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വ്യക്തി ജീവിതത്തിൽ നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഈ 4 ക്യാരക്ടേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ അത് കുടുംബത്തിലേക്ക് കടക്കുവാനായിട്ടിടയാകും, അത് സഭയിലേക്ക് കടന്നു വരുവാനായിട്ടിടയാകും. മാത്രമല്ല അത് സമൂഹത്തിലേക്കും നിയമത്തിൻ്റെ മുൻപിലേക്കും നമ്മൾ കടത്തിവിടേണ്ടത് ആവശ്യമാണ്. ഒരു ഭക്തൻ എന്ന് പറയുമ്പോൾ, ദൈവഭക്തൻ എന്ന് പറയുമ്പോൾ അത് തൻ്റെ വ്യക്തി ജീവിതത്തിൽ തുടങ്ങി നിയമത്തിൻ്റെ മുമ്പിൽ വരെ അതവൻ ഒരുപോലെ പ്രാക്ടീസ് ചെയ്യുന്നവൻ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരുത്തൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ന് ഇന്ത്യ വളരെയധികം ദുർഘടങ്ങളിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനത് കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ പറയുകയുണ്ടായി. വളരെ പീഡനങ്ങളുള്ള സമയമാണിന്ന്. പക്ഷേ ഈ സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കാതെ കൃത്യമായി ഈ വിഷയങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. മനുഷ്യർ പല ദോഷങ്ങളും ചെയ്യുന്നതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് അന്ധകാരത്തിൻ്റെ ശക്തികളാണ്. അവരോടാണ് നമുക്ക് യുദ്ധമുള്ളത്. അല്ലാണ്ട് മനുഷ്യരോടല്ല നമ്മുടെ യുദ്ധം, വ്യക്തികളോടല്ല നമുക്കുള്ള യുദ്ധം. ഇവിടെ എന്ത് നിയമം ഉണ്ടാക്കുന്നു എന്നുള്ളത് മനുഷ്യരിലേക്ക് നമ്മൾ നോക്കണ്ട. മറിച്ച് അതിൻ്റെ പിറകിൽ അവനെ പ്രേരിപ്പിക്കുന്ന, അവരെ ഉദ്യമിപ്പിക്കുന്ന, ദൈവജനത്തിനെതിരെ അവരെ തിരിക്കുന്ന പൈശാചിക ശക്തികൾക്കെതിരെയാണ് നമ്മുടെ പ്രാർത്ഥന ചെല്ലേണ്ടത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടുമൊക്കെയാണ് നമ്മുടെ യുദ്ധം. ഇപ്പം നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആദ്യം തന്നെ ഇതെന്ത് മനുഷ്യരാണ്, അങ്ങനെ ചിന്തിക്കരുത്. അത് മനുഷ്യരുടെ കുഴപ്പമല്ല, അവരെ അതിനുവേണ്ടി കരുവായിട്ട് ഉപയോഗിക്കുന്ന പൈശാചിക ശക്തികളുടെ പ്രശ്നമാണത്. നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ടത് അവരെയാണ്. എങ്ങനെയാണ് നമ്മളത് അറ്റാക്ക് ചെയ്യുക? കർത്താവിൻ്റെ സന്നിധിയിൽ അതിനു വേണ്ടി തന്നെ നാം പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? കർത്താവെ, ഈ മനുഷ്യരെ, ഈ ദോഷത്തിനായിട്ട് ഉദ്യമിപ്പിക്കുന്ന പൈശാചിക ശക്തികളെ നിന്റെ നാമത്തിൽ നീ ശാസിച്ച് അകറ്റണം. അവരെയാണ് നീക്കേണ്ടത്. ഈ മനുഷ്യർക്ക് മാനസാന്തരത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത്. അവർ മാനസാന്തരപ്പെട്ടാൽ അവർ നമ്മെപ്പോലെ നല്ല മനുഷ്യരായി തീരും. അതുകൊണ്ട് നമ്മൾ നിയമത്തെ ഓർത്ത്, നിയമജ്ഞന്മാരെ, അധികാരസ്ഥന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അങ്ങനെ നാം ചെയ്യുന്ന പക്ഷം ദൈവം നമുക്ക് വേണ്ടി ഇടപെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിൻ്റെയൊക്കെ മധ്യേ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഡിക്ലറേഷൻ, അലഹബാദ് ഹൈക്കോർട്ട് പുറപ്പെടുവിച്ച ഒരു പ്രസ്താവന, ഒരു വ്യക്തി തൻ്റെ വീട്ടിലിരുന്ന്, വ്യക്തികളോ തങ്ങളുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ അതൊരിക്കലും ഒരു ഒഫൻസായിട്ട് കണക്കാക്കാൻ പാടില്ല എന്ന് കോർട്ട് തന്നെ വിധിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഇതിനു വേണ്ടി വളരെയധികം അധ്വാനിക്കുന്ന മനുഷ്യർ അവിടെയുണ്ട്. തങ്ങളുടെ കയ്യിലെ പൈസ പോലും എടുത്ത് ചെലവഴിച്ച് അതിനുവേണ്ടി അധ്വാനിക്കുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ട്. അവരെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുകയും ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അങ്ങനെ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് ദൈവസന്നിധിയിൽ വളരെ പ്രസാദകരമാണ് എന്ന് ഓർപ്പിച്ചിട്ട് അടുത്ത വിഷയത്തിലേക്ക് ഞാൻ പോകട്ടെ. രണ്ടാമത്തെ സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നാമത്തേത് നമ്മൾ കണ്ടത് കർത്താവുമായിട്ട് നമുക്കുള്ള ബന്ധത്തെ നാം ബലപ്പെടുത്തണം. അതാണ് ആദ്യം കണ്ടത്. ഈ ഒരു ഏരിയ നാം സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഏരിയയിലേക്ക് കടക്കാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവുമായിട്ടുള്ള എൻ്റെ ബന്ധം ശരിയല്ല എങ്കിൽ, കർത്താവുമായിട്ടുള്ള എൻ്റെ കുടുംബത്തിൻ്റെ ബന്ധം ശരിയല്ല എങ്കിൽ, കർത്താവുമായിട്ട് സഭയ്ക്കുള്ള ബന്ധം ശരിയല്ല എങ്കിൽ മറ്റ് സേവനങ്ങൾക്കൊന്നും വലിയ ഫലം
കിട്ടുകയില്ല. നമ്മൾ ഒന്നാമത് സെറ്ററേറ്റ് ചെയ്യേണ്ടത് എൻ്റെ കർത്താവും ഞാനും തമ്മിലുള്ള ബന്ധം ശരിയാണ്. അങ്ങനെ ആകുമ്പോഴാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകാൻ തുടങ്ങുന്നത്. അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടതായ വിഷയം എന്ന് പറയുന്നത് സർവീസ് എന്നുള്ളതായ മേഖലയാണ്, സേവനം. ഈ സേവനം എന്ന വിഷയം പഠിക്കുമ്പോൾ 4 കാര്യങ്ങളാണ് നാം അതിനോടുള്ള ബന്ധത്തിൽ പഠിക്കുവാനായിട്ട് പോകുന്നത്. 3 കാര്യങ്ങൾ. ഒന്നാമത് ദൈവസ്നേഹം, രണ്ടാമത് ഔദാര്യം, ജനറോസിറ്റി, മൂന്നാമത് സേവനം അഥവാ സർവീസ് എന്ന് പറയുന്നതായ 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളിൽ കൂടെ ദൈവഭക്തിയെ നമുക്ക് ലോകത്തിന് വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഇതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് സ്നേഹം എന്ന് പറയുന്നതായ വസ്തുതയാണ്. ഞാൻ പറയാം, സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നാം കൊണ്ടുവരുന്നില്ല എങ്കിൽ നമ്മളുടെ ഒരു ശുശ്രൂഷകൾക്കും ദൈവം ഉദ്ദേശിക്കുന്ന ഫലം ഉണ്ടാവുകയില്ല. കാരണം നമ്മൾ സഭാമധ്യേ, ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു മിനിസ്ട്രി ചെയ്യുകയാണ് സഭയുടെ മധ്യേ. ഞാൻ എത്ര നന്നായി സംസാരിച്ചാലും, എത്ര മികവുറ്റതായ ഭാഷ ഉപയോഗിച്ചാലും, എൻ്റെ സംസാരം എത്ര ഗുണമുള്ളതായിരുന്നാലും, എത്ര പേരെനിക്ക് കൈയടിച്ചാലും, എൻ്റെ ഉള്ളിലുള്ള ഇൻറ്റൻഷൻ ശരിയല്ലെങ്കിൽ, എൻ്റെ ഉള്ളിലുള്ള ചിന്താഗതി ശരിയല്ല എങ്കിൽ, അതിൽ കൂടെ മഹത്വം എടുക്കുന്നത് ഞാനാണെങ്കിൽ ആ പ്രവൃത്തി കൊണ്ട് ഒരു ഉപകാരവും ഇല്ല. നമ്മുടെ പണിയെ ദൈവം തീ കൊണ്ട് ശോധന ചെയ്യുമെന്ന വിഷയം പഠിക്കുന്നുണ്ടല്ലോ. തീ കൊണ്ട് അന്ന് ദൈവം നിലനിർത്തുന്നത് പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് മുതലായ പ്രവൃത്തികളെയാണ്. എന്നാൽ മരം, പുല്ല്, വൈക്കോലൊക്കെ കത്തിപ്പോകും. ഈ ക്വാളിറ്റി വർക്ക് എന്ന് പറയുന്നത് വലിയ സൈസൊന്നും കാണുകയില്ല, കുറച്ചേ കാണുള്ളൂ. അതാണ് അതിൽ നിന്ന് പൊന്നും വെള്ളിയും കല്ലും ഒന്നും വലുതൊന്നും കാണുകയില്ലല്ലോ, ചെറുതാണ് ക്വാളിറ്റി വർക്ക്. മറ്റുള്ളതൊക്കെ ഇച്ചിരി വലിപ്പമൊക്കെ കാണുമായിരിക്കും. പക്ഷേ നിലനിൽക്കുന്നത് ഈ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് മുതലായ പ്രവൃത്തികളാണ്. ഈ ക്വാളിറ്റി വർക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ദൈവത്തിൻ്റെ സ്വഭാവത്തിലൂടെ ഞാനത് ചെയ്യുമ്പോഴാണ്. മാനുഷികമായിരിക്കുന്ന യാതൊരു സ്വാർത്ഥതയുമില്ലാതെ, മാനുഷികമായിരിക്കുന്ന യാതൊരു താല്പര്യവും അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ മാത്രം ഞാനത് ചെയ്യുമ്പോൾ അതാണ് ദൈവം ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി വർക്ക്. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ചെയ്യുന്നത്. താൻ ചെയ്ത പ്രവൃത്തികൾ. മറ്റൊരിടത്ത് താൻ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ വാക്കുകൾ ഞാൻ സ്വയം സംസാരിക്കുന്നതല്ല, പിന്നെയോ എൻ്റെ പിതാവാണത് സംസാരിക്കുന്നത്. പിതാവിൻ്റെ വാക്കുകളായിരുന്നു. തൻ്റെ പ്രവൃത്തികൾ, തൻ്റെ വാക്കുകൾ സകലവും പിതാവ് എന്ത് പറഞ്ഞുവോ അത് താൻ ചെയ്യുന്നവനായിരുന്നു. ഒരു മഹത്വവും സ്വയമായിട്ട് താൻ എടുത്തില്ല. തൻ്റെ പ്രവൃത്തിയുടെ അവസാന കാലഘട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുന്ന നേരത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, പിതാവേ, ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ നിന്നെ മഹത്വപ്പെടുത്തി. എന്നിട്ട് പിതാവിനോട് കർത്താവ് പറയുകയാണ്, ഇപ്പോൾ നീ എന്നെ ഒന്ന് മഹത്വപ്പെടുത്തണം. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ പ്രവൃത്തികൾ സമൂലം എല്ലാം തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം ആയിരുന്നു. ഒരിക്കലും തന്നിൽ തന്നെ താൻ പ്രസാദിച്ചില്ല. ഇതെങ്ങനെ നടക്കുക? ഇത് നടക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ്. ഞാനൊരു കാര്യം പറയാം. പലപ്പോഴും വിശ്വാസികൾക്ക് വരാൻ പോകുന്ന വലിയ ചതി എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് നമ്മുടെ ശുശ്രൂഷകളിൽ പ്രോഗ്രസ് ചെയ്യും, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് അത് ഉയരില്ല. നമ്മുടെയൊക്കെ ഉള്ളിൽ നമ്മുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളെ നമ്മൾ വെച്ച് പുലർത്തും. അങ്ങനെ വരുമ്പോൾ ദൈവം കണക്ക് നോക്കുന്ന നാളിൽ പലതും തീക്ക് ഇരയായിട്ട് പോകും. ഇത് വലിയൊരു ചതിയാണ്. അപ്പോൾ ദൈവഭക്തി ആചരിക്കുന്ന ഒരു മനുഷ്യൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് തൻ്റെ പ്രവൃത്തികളൊക്കെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമാണെന്ന് ഉറപ്പ് വരുത്തണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. ദൈവസ്നേഹം എന്ന വിഷയം
ഒരുപാട് പ്രസംഗിക്കപ്പെട്ടിട്ടുള്ള വിഷയമാണ്, നമ്മൾ കേട്ടിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ സാരമായ രീതിയിൽ നമ്മൾ സ്പർശിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകാതെ നിവൃത്തിയില്ല. കാരണം സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? ദൈവസ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അടിസ്ഥാനപരമായ ക്യാരക്ടറാണ്. നമ്മൾ ബൈബിളിൽ വായിക്കുന്നത് ദൈവത്തെ ഒറ്റ വാക്കിൽ ഡിഫൈൻ ചെയ്യാൻ നാം ശ്രമിച്ചാൽ ദൈവം സ്നേഹം തന്നെ എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ സർവ്വ പ്രവൃത്തികളും അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവസ്നേഹത്തിന്മേൽ ആണ്. ഈ ദൈവസ്നേഹം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്നേഹവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ദൈവസ്നേഹം നമുക്കറിയാം, ബൈബിളിൽ 4 തരം സ്നേഹങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലേക്കൊന്നും കടക്കേണ്ട ആവശ്യം നമുക്കില്ല. അഗാപ്പെ എന്ന് പറയുന്നതായ പദമാണ് ദൈവസ്നേഹത്തിന് വേണ്ടി ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റ് 3 വ്യത്യസ്ത സ്നേഹങ്ങളുണ്ട്. മാതാപിതാക്കന്മാർക്ക് മക്കളോട് തോന്നുന്നത്, ഭർത്താവിന് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് തോന്നുന്നത്, അതുകൂടാതെ സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം. ഇങ്ങനെ 4 തരത്തിൽ സ്നേഹത്തെ, ദൈവസ്നേഹം ഒഴികെ മറ്റു 3 ബൈബിളിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ദൈവസ്നേഹം എന്ന് പറയുന്ന സ്നേഹത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ദൈവസ്നേഹം എന്ന് പറയുന്നത്, അതിനെ ഇങ്ങനെയാണ് ഒരു പക്ഷേ ഡിഫൈൻ ചെയ്യാൻ സാധിക്കുക. സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ യോഗ്യതകളെ ഒന്നും നോക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയാണ് സ്നേഹിക്കുന്നത്, സ്നേഹിക്കപ്പെടുവാൻ അദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് ഞാൻ നോക്കുന്നില്ല. ഇപ്പോൾ ഞാൻ പ്രിയ മകനെ സ്നേഹിക്കാൻ തീരുമാനിച്ചാൽ അവൻ ആരാണ്, അവൻ്റെ പശ്ചാത്തലം എന്താണ്, അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് മുമ്പ്, എന്തൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്, ഇനി എന്തൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്, ഇതൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ തീരുമാനിക്കുകയാണ്, ഞാൻ അങ്ങ് സ്നേഹിക്കാൻ പോവുകയാണ്. ദൈവം നമ്മെ സ്നേഹിച്ചത് അങ്ങനെയായിരുന്നു. ദൈവം നമ്മൾ ആരാണെന്ന് ചിന്തിച്ചിരുന്നെങ്കിലോ, നമ്മൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരുന്നെങ്കിലോ, ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ചിന്തിച്ചിരുന്നെങ്കിലോ നമ്മളെ സ്നേഹിക്കാൻ ഒരിക്കലും സാധ്യമല്ല. ദൈവത്തിന് അങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ കഴിയില്ല. കാരണം സകലം അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. പക്ഷെ കർത്താവ് നമ്മെ സ്നേഹിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇറ്റ് ഈസ് വൺ സൈഡഡ്. താൻ ഏകപക്ഷീയമായി സ്നേഹിക്കാൻ തീരുമാനിച്ചു. ക്വാളിറ്റി നോക്കുന്നില്ല. രണ്ടാമത്, അതിനു വേണ്ടി വരുന്ന ചെലവ് നോക്കുന്നില്ല. എന്ത് ചെലവാണ് സ്നേഹം നിലനിർത്തുവാൻ വേണ്ടത് എന്ന് ദൈവം നോക്കിയില്ല. അതിനുവേണ്ടി താൻ കൊടുത്ത വില തൻ്റെ ഏകജാതനെ ആയിരുന്നു. താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ ഏകജാതനെ, തൻ്റെ മടിയിലിരുന്ന തൻ്റെ ഏകജാതനെ. ഞാൻ പറയാം, ഒരുത്തനും അങ്ങനെ ചെയ്യില്ല. ഒരുത്തനും അങ്ങനെ ചെയ്യില്ല. അതിന് നിയറസ്റ്റ് ആയിട്ട് ചെയ്ത ഒരാളാണ് അബ്രഹാം. തൻ്റെ ഏകജാതനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ താൻ ഒന്നും മിണ്ടാതെ പോയി യാഗം കഴിക്കാൻ തുനിഞ്ഞു. അതുകൊണ്ട് ദൈവം പറഞ്ഞു, ഇത് നിമിത്തം ഞാൻ നിന്നെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും. കാരണം ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കുവാൻ അബ്രഹാം തുനിഞ്ഞു. പക്ഷേ ദൈവം അത് തടഞ്ഞു. നമുക്കറിയാം, ഇസഹാക്കിനെ യാഗം കഴിക്കേണ്ടി വന്നില്ല. ഒരു ആട്ടുകൊറ്റൻ അതിന് പകരം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ പുത്രന് പകരക്കാരനായ ഒരു ആട്ടുകൊറ്റനും ഉണ്ടായിരുന്നില്ല. സർവശക്തനായ പിതാവ് തൻ്റെ പുത്രനോട് ഇടപെട്ടത് എത്ര ഭീകരമായിട്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം കഷ്ടാനുഭവങ്ങളാൽ അവനെ തികഞ്ഞവനാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്ത് ഇനി ആരും കഷ്ടം സഹിക്കുകയില്ല. അത് പിതാവ് ഉറപ്പുവരുത്തി. പിതാവ് അവനെ പാപമാക്കിയപ്പോൾ അവനോട് ഒരു കരുണയും കാണിച്ചില്ല. പിന്നെ എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത്. പിതാവ് പുത്രനെ വളരെ ക്രോധത്തോടെയായിരുന്നു ആ സമയത്ത് കണ്ടത്. അവൻ്റെ മുഖത്തേക്ക് കരുണയോടെ അല്ല നോക്കിയത് പിതാവ്, ക്രോധത്തോടെ. കാരണം അവൻ പാപമാക്കപ്പെട്ടപ്പോൾ നമ്മുടെ മേൽ വരേണ്ടിയിരുന്ന ശിക്ഷ മുഴുവനും തൻ്റെ പുത്രൻ്റെ മേൽ ദൈവം ചുമത്തി. ആ ചുമത്തിയപ്പോൾ, അവൻ പാപമാക്കപ്പെട്ടപ്പോൾ, പാപത്തോട് ദൈവം എത്രമാത്രം ക്രോധമുള്ളവനാണോ, എത്രമാത്രം താൻ വെറുപ്പുള്ളവനാണോ, പാപത്തോട് താൻ എത്രമാത്രം എതിർപ്പുള്ളവനാണോ, ആ എതിർപ്പും വെറുപ്പും ആ രോഷവും തൻ്റെ പുത്രൻ്റെ മേലെ താൻ ചുമത്തി. അതുകൊണ്ടാണ് ദൈവത്തോട് താൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ ഉത്തരം നൽകാതിരുന്നത്. എന്ത് വില വരുമെന്ന്
ദൈവം ചിന്തിച്ചില്ല. നമ്മളിത് നമ്മുടെ ജീവിതമായിട്ടൊന്ന് തട്ടിക്കണം. നമ്മൾ ആരെയൊക്കെ സ്നേഹിക്കുന്നവരാണ് ഈ ലോകത്തിൽ? അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്ര പേരെ വാസ്തവത്തിൽ ദൈവം സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്നുണ്ടെന്ന്. സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ ക്വാളിറ്റി, അല്ലെങ്കിൽ അവൻ ആരാണെന്ന് നോക്കരുത്, എന്ത് വില വരുമെന്ന് നോക്കരുത്. മൂന്നാമത്, എന്ത് പ്രതികരണം ഉണ്ടാകുമെന്ന് ചിന്തിക്കരുത്. നമ്മൾ കുറച്ചൊക്കെ സ്നേഹിക്കുമ്പോൾ നമ്മൾ തുടക്കത്തിൽ രണ്ടെണ്ണം ചിലപ്പോൾ നമ്മൾ ഇച്ചിരിയൊക്കെ ചെയ്യും, മൂന്നാമത്തേൽ തടഞ്ഞു വീഴും. നമ്മൾ എങ്ങനെയാണെന്നറിയോ? നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളോട് മോശമായി പ്രതികരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ സ്നേഹം ബ്രേക്ക് ഇട്ട പോലെ നിന്ന് പോകും. ദൈവം അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ പറയാം, നമ്മൾ ആരും സ്വർഗത്തിൽ പോവില്ല. അതെന്താ? നമ്മളൊക്കെ ദൈവത്തോട് മോശമായി പ്രതികരിച്ചവരാണ്. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും പ്രതികരിക്കുന്നവരാണ് ഇപ്പോഴും, ഇനിയും പ്രതികരിക്കും. ദൈവം അങ്ങനെ നോക്കുന്നില്ല, പ്രതികരണം നോക്കുന്നില്ല, പ്രതിഫലം നോക്കുന്നില്ല. ഇനി ഇവനെ സ്നേഹിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഗുണം കിട്ടുമോ? അതും നോക്കുന്നില്ല. പിന്നെ എന്താണ് താൻ ചിന്തിക്കുന്നത്? സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയുടെ നന്മ മാത്രം ലാക്കാക്കി, നന്മ മാത്രം ലാക്കാക്കി. ശ്രദ്ധിക്കുക, ദോഷം ലാക്കാക്കാതെ നന്മ മാത്രം ലാക്കാക്കി അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന വികാരമാണ് ദൈവസ്നേഹം. നന്മ മാത്രം ലാക്കാക്കി, ഞാൻ മുഖാന്തരം അവന് നന്മയുണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് തിന്മ ചിന്തിക്കാതെ, തിന്മ നോക്കാതെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. ഇതാണ് ദൈവസ്നേഹം. ദൈവസ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നുള്ളതാണ് ഒരു വിശ്വാസി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിലുള്ള പാപ സ്വഭാവം ദൈവസ്നേഹത്തെ പരിശീലിക്കാൻ നമ്മെ വല്ലാതെ തടയുന്നുണ്ട്. ഞാൻ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ തന്നെയും എനിക്ക് പലപ്പോഴും ഞാൻ തട്ടി വീഴുന്ന ഒരു ഏരിയയാണ് ഈ ഏരിയ. എന്ന് പറഞ്ഞാൽ, എനിക്ക് ദൈവത്തെ പോലെ സ്നേഹിക്കണമെന്നുണ്ട്, പക്ഷേ ചില 1-2 സ്റ്റെപ്പൊക്കെ കടന്നു കഴിയുമ്പോഴേക്കും അടുത്ത സ്റ്റെപ്പിൽ മിക്കവാറും വീഴും. യോഗ്യതയൊന്നും നോക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് താനെന്ന് നോക്കണ്ട, സ്നേഹിക്കുകയാണ്. രണ്ടാമത്തെ, അദ്ദേഹത്തിന് വേണ്ടി വരുന്ന വില, എന്ത് വിലയും കൊടുക്കാം തയ്യാറാണ്. പക്ഷേ മോശമായി പ്രതികരിച്ചാൽ ചിലപ്പോൾ വീണ് പോവും. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നോക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ വീണു പോകും. പ്രതിഫലം അത് വേണ്ട, എനിക്ക് പ്രതിഫലമൊന്നും വേണ്ട, പക്ഷെ പ്രതികരണം എന്ന് പറയുന്ന വിഷയത്തിൽ ഞാൻ പലപ്പോഴും വീണു പോകാറുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായോ? ഞാൻ പ്രിയ ജോഷി സഹോദരനെ സ്നേഹിക്കുകയാണ്. സഹോദരനോട് എനിക്ക് വലിയ സ്നേഹമാണ്, ഞാൻ എന്തും ചെലവിടാൻ തയ്യാറാണ് അതിനു വേണ്ടി. പക്ഷേ അങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ സഹോദരൻ എനിക്ക് നേരെ അപഖ്യാതി പറഞ്ഞു പരത്തിയാൽ പിന്നെ ഞാനൊന്ന് ബ്രേക്ക് ഇട്ട പോലെ ആവും, അല്ലേ? അങ്ങനെയാണ് നമ്മുടെ സ്നേഹം പൊതുവെ. എന്നാൽ ദൈവം അങ്ങനെ ചെയ്യുന്നില്ല. ദൈവം അങ്ങനെ ചെയ്യുന്നില്ല. ദൈവം പിന്നെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ, ദൈവം സ്നേഹിക്കുമ്പോൾ അതൊരു ഫ്ലഡ് പോലെയാണ്. ഫ്ലഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വെള്ളപ്പൊക്കം പോലെയാണ്. ദൈവം സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ എന്നുള്ള കല്ലുകളുടെ ആ എതിർപ്പുകളോ, നമ്മുടെ മോശമായ പ്രതികരണങ്ങളോ, നമ്മളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങളോ ഒന്നും ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകി പോകുന്നതിന് തടസ്സമായിട്ട് ഇരിക്കുന്നില്ല. ഞാൻ എങ്ങനെ ചിന്തിച്ചാലും, ഞാൻ എന്ത് പറഞ്ഞാലും ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരു കുറവും വരുന്നില്ല. ഇതാണ് ദൈവസ്നേഹം. നന്മ മാത്രം ലാക്കാക്കി, ഞാൻ മുഖാന്തരം അദ്ദേഹത്തിന് ഒരു ഇടർച്ചയും ഉണ്ടാകരുത്, ഒരു വിഷമവും ഉണ്ടാകരുത്. അത് ചിന്തിച്ചിട്ട് ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. ഇങ്ങനെ ആരെങ്കിലും നമ്മൾ സ്നേഹിക്കാറുണ്ടോ? ഞാൻ വിചാരിക്കുന്ന ഏറ്റവും ക്ലോസസ്റ്റ് എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹമാണ്, ഏറ്റവും ക്ലോസസ്റ്റ്. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കാം, ഭാര്യയെ പോലും ഇങ്ങനെ സ്നേഹിക്കാറുണ്ടോ? കറിക്ക് ഉപ്പ് കൂടിയാൽ മതി, വിവരമൊക്കെ അറിയും, അല്ലേ? അത്ര എത്തുമ്പോഴേക്കും നമ്മുടെ സ്നേഹമൊക്കെ താഴെ വീഴും. പ്രിയമുള്ളവരെ, ദൈവം സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ നാം പഠിക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, ആ ടെസ്റ്റ് പാസ്സാവാതെ
ദൈവഭക്തന്മാരായിട്ട് ജീവിക്കാൻ നമ്മളെക്കൊണ്ട് കഴിയില്ല. നമ്മളെക്കൊണ്ട് കഴിയില്ല. കാരണം ദൈവഭക്തൻ എന്ന് പറഞ്ഞാൽ അവൻ ദൈവ സ്വഭാവമുള്ളവൻ ആയിരിക്കണം. ദൈവഭക്തന്മാർ ദൈവ സ്വഭാവമുള്ളവരായിരിക്കണം. ദൈവത്തെ പോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും സ്വാർത്ഥതയോടുകൂടിയായിരിക്കും ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഞാനൊരു ശുശ്രൂഷ ചെയ്തിട്ട് അത് സഹോദര മോശമായി പോയെന്ന് ഒരാൾ പറഞ്ഞാൽ പിന്നെയും എനിക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുമോ? ആ വ്യക്തിയെ പണ്ട് സ്നേഹിച്ചതുപോലെ തന്നെ സ്നേഹിക്കാൻ കഴിയുമോ? നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി വിടുകയാണ് ഞാനത്. നമ്മളുടെ ഓരോ പ്രവൃത്തിയെയും ഈ സ്കെയിലിൽ വെച്ച് ഒന്ന് തൂക്കി നോക്കണം. ഞാൻ വാസ്തവത്തിൽ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ ദൈവം സ്നേഹിച്ചതുപോലെ? ഇവിടെയാണ് നമ്മുടെ ചാലഞ്ച്. ആ സ്നേഹമാണ് ദൈവം മനുഷ്യർക്ക് നൽകുന്നത്. ആ സ്നേഹമാണ് നമ്മെ ദൈവത്തോട് അടുപ്പിച്ചത്. ദൈവം അങ്ങനെ നമ്മെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളിൽ ഒരാൾ പോലും ദൈവത്തെ അറിയുവാൻ ഇട വരില്ലായിരുന്നു. കാരണം നമ്മളിലൊക്കെ പാപം ഉണ്ടായിരുന്നു. ഒരു ക്വാളിഫിക്കേഷനും ഇല്ല ഈ പറഞ്ഞത് നമ്മളിൽ. നമ്മൾ ദോഷികളായിരുന്നു. അതുകൊണ്ടാണ് ഈ റോമലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്, നമ്മൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ദൈവം ആ വാക്കുകളിലേക്ക് അർത്ഥം അതാ. കൊള്ളരുതാത്തവരായിരുന്നു നമ്മൾ. സ്നേഹിക്കപ്പെടുവാൻ ഒരു ക്വാളിഫിക്കേഷനും നമുക്കില്ല. കൊള്ളരുതാത്തവരായിരുന്നു. പക്ഷെ അപ്പോൾ ദൈവം സ്നേഹിച്ചു. എങ്ങനെ സ്നേഹിച്ചു? തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട് സ്നേഹിച്ചു. അതിനുശേഷവും ഞാൻ ദൈവത്തോട് തെറ്റിപ്പോയി. അപ്പോഴും ദൈവം എന്നെ സ്നേഹിച്ചു. എന്തെങ്കിലും പ്രതിഫലം കിട്ടുമെന്ന് വെച്ചിട്ടാണോ? അല്ല, ഇപ്പോഴും ദൈവം എന്നെ സ്നേഹിക്കുന്നു. എന്താ തൻ്റെ ഉദ്ദേശ്യം? എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണം, എന്നെ അവിടെ ഇരുത്തണം അവൻ്റെ കൂടെ. എൻ്റെ നന്മ മാത്രം, നരകത്തിൽ വിടരുത്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവസ്നേഹത്തെക്കുറിച്ച് ശരിക്കും ധ്യാനിച്ചാൽ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരാതിരിക്കുകയില്ല. കാരണം അതുപോലെ ഒരു സ്നേഹം ഈ ലോകം കണ്ടിട്ടില്ല. അതുപോലെ ഒരു സ്നേഹം ഈ ലോകം കണ്ടിട്ടില്ല. ദൈവം നമ്മളോട് കാണിച്ച സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. ആ സ്നേഹം ഈ ഭൂമിയിൽ മനുഷ്യർക്ക് വരച്ചു കാണിച്ചത് തൻ്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ സ്നേഹിച്ചതുപോലെ ആരും സ്നേഹിച്ചിട്ടില്ല. പിതാവ് തൻ്റെ പുത്രനെ നൽകുവാൻ സ്നേഹിച്ചുവെങ്കിൽ പുത്രൻ തൻ്റെ ജീവൻ തന്ന് നമ്മെ സ്നേഹിച്ചു. ഈ ജീവൻ തന്നു എന്ന് പറയുമ്പോൾ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണോ? ഒരിക്കലുമല്ല. ഞാനത് ഇങ്ങനെ പറയുകയാണ്. കർത്താവ് നമ്മെ സ്നേഹിച്ചപ്പോൾ, തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി കൊടുത്തപ്പോൾ, അത് കയ്യിലിരിക്കുന്ന ഒരു പൊതി കൊടുക്കുന്ന പോലെയുള്ളൊരു വിഷയമല്ല. തൻ്റെ ചുറ്റും അനേകർ നിന്ന് കൈയടിച്ച് തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് കൊടുത്തതുമല്ല. മറിച്ച് തൻ്റെ ചുറ്റും നിൽക്കുന്നവർ തന്നെ അധിക്ഷേപിക്കുകയും തന്നെ നിന്ദിക്കുകയും ദുർവാക്കുകൾ പറഞ്ഞ് തന്നെ അപമാനിക്കുകയും ഭീകരമായി തന്നെ പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും സ്നേഹത്തിനൊരു കുറവും കർത്താവിന് വന്നില്ല. തൻ്റെ പിതാവ് പോലും തന്നെ കൈവിട്ടു, സ്നേഹത്തിനൊരു കുറവും വന്നില്ല. കുരിശിൽ കിടന്ന് കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം. ആ സ്നേഹം അത്രമാത്രം വലുതായിരുന്നു. ദൈവത്തിൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ കടന്നു വന്ന് നമ്മെ സ്നേഹിച്ച സ്നേഹം എന്ന് പറയുന്നത് അത് നമ്മൾക്ക് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത സ്നേഹമാണ്. അത്ര ഭയങ്കരമായിരുന്നു അതിൻ്റെ ഡെപ്ത്. പുത്രനെ പോലെ നമ്മെ സ്നേഹിച്ചവൻ ആരുമില്ല. 2 വാക്യം വായിച്ച് നമുക്ക് നിർത്താം. ഒന്നാമത്തെ വാക്യം 1 യോഹന്നാൻ 4:8-9. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. മതി. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ഇത് പറയുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും സ്നേഹിക്കുന്നവരാണ്. പക്ഷെ ആ സ്നേഹത്തിൻ്റെ ഡെപ്ത്, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഡെപ്തിനോളം ചെല്ലുക എന്നുള്ളതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു
എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. അതാണ് നമ്മൾ ചിന്തിച്ചത്. പിതാവ് നമ്മെ സ്നേഹിച്ച സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും ഒരപ്പനും ഈ ലോകത്തിൽ ചെയ്യാത്ത സ്നേഹമാണ്. അത്ര ഭയങ്കര സ്നേഹമാണ് നമ്മളോട് ദൈവം കാണിച്ചത്. റോമർ 5:8 ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ക്വാളിഫിക്കേഷനും ദൈവം നോക്കുന്നില്ല. കൊലോസ്യർ 2:14 അവൻ അവനോട് കൂടെ ജീവിപ്പിച്ചു, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും വായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതിക്രമങ്ങളൊക്കെയും ക്ഷമിച്ചു. നമ്മൾ പാപികളായിരുന്നു, നമുക്ക് യോഗ്യത ഉണ്ടായിരുന്നില്ല, അതിക്രമങ്ങളായിരുന്നു നമ്മളുടെ പേരിലുണ്ടായിരുന്നത്. അത് മുഴുവനും താൻ ക്ഷമിച്ചു, എന്നിട്ട് ക്രൂശിൽ മരിച്ചു. ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ആശയം, കർത്താവായ യേശു ക്രിസ്തുവാണ് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിരിക്കുന്ന മാതൃക. നമ്മുടെ ജീവിതത്തിൽ ദൈവസ്നേഹം എന്ന വിഷയം നമ്മൾ കടമെടുക്കാത്തിടത്തോളം നമ്മളുടെ ശുശ്രൂഷകളാകട്ടെ, നമ്മളുടെ എന്ത് കാര്യങ്ങളുമാകട്ടെ, അത് ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് ഉയർത്താൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. എന്നാൽ അത് നമ്മളിലേക്ക് കടന്നു വന്നാൽ നമ്മളുടെ എല്ലാ മിനിസ്ട്രീസും അനുഗ്രഹമായിരിക്കും. കാരണം എന്താണെന്നറിയാമോ? പിന്നെ നമ്മൾ കണക്ക് കൊടുക്കുന്നത് മനുഷ്യർക്കല്ല, പിന്നെയോ നമ്മുടെ പിതാവിനാണ് കണക്ക് കൊടുക്കുന്നത്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അതാ ചെയ്തത്. മനുഷ്യർ എന്തു പറയുന്നു, മനുഷ്യർ എന്ത് ചെയ്യുന്നു, മനുഷ്യർ എന്ത് നിരൂപിക്കുന്നു, അതൊരു വിഷയമേ അല്ല. പിന്നെ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരെ. എൻ്റെ കണക്ക് ഒരാളോടാണ്. ആരോടാണ്? എൻ്റെ ദൈവത്തോട്. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ മിനിസ്ട്രീസ് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഉയരുവാൻ സംഗതി വരുന്നത്. മറ്റുള്ളവർ എന്ത് പറഞ്ഞു പറഞ്ഞില്ല, അതൊന്നും എനിക്കൊരു വിഷയം അല്ല. ഞാൻ ഇതിനെക്കുറിച്ച് ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. പക്ഷേ ദൈവസ്നേഹം എന്ന വിഷയം ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ്. ദൈവം മനുഷ്യരായ നമ്മെ സ്നേഹിച്ചതുപോലെ, ഇന്നും സ്നേഹിക്കുന്നത് പോലെ, ഇനിയും താൻ നമ്മെ സ്നേഹിക്കും. അതുപോലെ നിലനിൽക്കുന്ന സ്നേഹം കാണിപ്പാൻ, നന്മ മാത്രം കാക്ഷിക്കുന്ന സ്നേഹം കാണിക്കുവാൻ, പ്രതിഫലേച്ഛ കൂടാതെ, പ്രതികരണം നോക്കാതെ, എന്ത് വില കൊടുത്തും യോഗ്യതകൾ കണക്കിടാതെ നന്മ മാത്രം ലാക്കാക്കി ദൈവത്തെ പോലെ സ്നേഹിക്കുവാനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ തിരുനാമം എന്നും എന്നും വാഴ്ത്തപ്പെടുമാറാകട്ടെ.